എല്ലാവർക്കും നമസ്കാരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2026 കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് 29 നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ജൂൺ 24 സമാപിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കേരളത്തിലെ ഏറ്റവും പുണ്യപൂർണവും ആചാരസമ്പന്നവുമായി കരുതപ്പെടുന്ന ശിവമഹോത്സവങ്ങളിലൊന്നാണ്. കണ്ണൂർ ജില്ലയിലെ ബാവലിപ്പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂരിലാണ് ഈ മഹോത്സവം നടക്കുന്നത്. ദക്ഷിണ കാശി എന്ന പേരിലും കൊട്ടിയൂർ അറിയപ്പെടുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം വൈശാഖ മാസത്തിൽ 28 ദിവസത്തേക്കാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുന്നത്. പുരാണപ്രകാരം ദക്ഷ പ്രജാപതിയുടെ യാഗവും സതീദേവിയുടെ ആത്മത്യാഗവും നടന്ന സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ആ സംഭവത്തിന്റെ സ്മരണയായി നടക്കുന്ന മഹോത്സവമാണിത്. പ്രകൃതിയോടടുത്തു ചേർന്നുള്ള ആരാധനയാണ് കൊട്ടിയൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തിന് സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ വലിയ ശ്രീകോവിലും സ്വർണ്ണ കൊടിമരവുമില്ല. പകരം കാടും പുഴയും പാറകളും തന്നെയാണ് ഇവിടെ ദൈവിക സാന്നിധ്യത്തിന്റെ ഭാഗങ്ങളായി കരുതപ്പെടുന്നത്. മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ ഓരോന്നിനും പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ട്. നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങിലൂടെ തിരുവഞ്ചിറയിൽ നിന്ന് വിശുദ്ധ ജലം എത്തിക്കുന്നു. നെയ്യാട്ടം ഉത്സവാരംഭത്തെ സൂചിപ്പിക്കുന്നു. ഇളനീരാട്ടം ദിവസത്തിൽ ആയിരക്കണക്കിന് ഇളനീർ ശിവലിംഗത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. അവസാന ദിവസം തൃക്കലശാട്ടം നടക്കുന്നതോടെ മഹോത്സവം സമാപിക്കുന്നു. കൊട്ടിയൂർ മഹോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത ഭക്തരുടെ സമർപ്പണമാണ്. ബാവലിപ്പുഴ കടന്ന് ഈറനണിഞ്ഞ് ഭക്തർ അക്കരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ജാതിമത ഭേദമന്യേ അനേകം ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. ഉത്സവകാലത്ത് മുഴുവൻ പ്രദേശവും ഭക്തി നിറഞ്ഞ ആത്മീയ അന്തരീക്ഷമായി മാറുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില പരമ്പരാഗത ആചാരങ്ങൾ നിലവിലുണ്ട്. പൊതുവെ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ ദർശനം നടത്താൻ അനുമതിയുണ്ടെങ്കിലും ഉത്സവത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിൽ ആചാരപരമായ നിയന്ത്രണങ്ങൾ പാലിക്കാറുണ്ട്. പ്രധാനമായി നെയ്യാട്ടം കഴിഞ്ഞ് ഇളനീരാട്ടം വരെയുള്ള ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം അനുവദിക്കാത്തത് പാരമ്പര്യ ആചാരത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ദർശനം നടത്താം. ഈ ആചാരം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട പുരാണ വിശ്വാസങ്ങളോടും ക്ഷേത്രതന്ത്ര പരമ്പരയോടും ബന്ധിപ്പിച്ചാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച് സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും കൊട്ടിയൂരിലെ ഉത്സവാചാരങ്ങൾ ഇന്നും പഴമയുടെ രീതിയിൽ തന്നെ തുടരുന്നു. 2026 കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്ന കാലയളവെന്ന് പറയുന്നത് 2026 മെയ് 30 അർദ്ധരാത്രി മുതൽ 2026 ജൂൺ 20 ഉച്ചവരെയാണ്. സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ദിവസങ്ങളിൽ സാധാരണയായി സാരി അല്ലെങ്കിൽ പാവാട പോലുള്ള പരമ്പരാഗത വേഷമാണ് പാലിക്കേണ്ടതെന്നും അറിയിപ്പുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഒരു ഉത്സവം മാത്രമല്ല, പ്രകൃതിയുടെയും ആചാരത്തിന്റെയും ആത്മീയതയുടെയും അപൂർവ സംഗമമാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന ഭൂമി എന്ന വിശ്വാസത്തിലാണ് അതിന്റെ മഹത്വം നിലകൊള്ളുന്നത്. അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രനിർമ്മിതിയില്ല. കാടും പുഴയും പാറകളും ചേർന്ന പ്രകൃതിദത്ത യാഗഭൂമിയിലാണ് പൂജകൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ കൊടിയേറ്റം, വെടിക്കെട്ട്, ഗാനമേള തുടങ്ങിയ ആഘോഷ രീതികൾ ഇല്ല. ശാന്തവും വേദമന്ത്രങ്ങളാലും നിറഞ്ഞ അന്തരീക്ഷമാണ് പ്രധാന ആകർഷണം.